നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കും. മോണിറ്റൈസേഷൻ ആണെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മോണിറ്റൈസേഷൻ ഇല്ലാതെയും പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഏറ്റവും നല്ല ഒരു ഏണിംഗ് സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു യൂട്യൂബ് മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 4 കാരണങ്ങളുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരിക്കത്തില്ല. ഈ 4 കാരണങ്ങൾ കാരണം നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഏത് സമയത്തും നഷ്ടപ്പെടാം. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന 4 കാരണങ്ങൾ കാരണമാണ് കൂടുതലും ചാനലുകളുടെ മോണിറ്റൈസേഷൻ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ DM ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ആദ്യം തന്നെ പറയാം, റീയൂസ്ഡ് കണ്ടന്റ്. അതായത് നിങ്ങൾ മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ അതേപോലെ കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്യുന്നത് റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതേ വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ആവും. മനസ്സിലായോ? അപ്പൊ അതേപോലെ റീയൂസ്ഡ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ആദ്യം യൂട്യൂബ് ഡിസേബിൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് വന്ന് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ വീണ്ടും എങ്ങനെ ഇത് റീ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിക്കോളുക. രണ്ടാമത്തെ റീസൺ, നമ്മുടെ വീഡിയോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. അതായത് ഇവിടെ ഒരു പോളിസി യൂട്യൂബിനുണ്ട്, ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി. അതായത് നമ്മുടെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിന്റെ വീഡിയോകൾ വീണ്ടും വീണ്ടും വാച്ച് ചെയ്യുകയും അതിൽ വരുന്ന അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു പോളിസി ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിൽ വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീഡിയോകൾ ആ ഗ്രൂപ്പിൽ ഇടുന്നു, എന്നിട്ട് എല്ലാവരോടും പറയുന്ന വീഡിയോ വാച്ച് ചെയ്യണം, എന്നിട്ട് അതിലെ ആഡ്സിൽ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ സിസ്റ്റം അത് ഡിറ്റക്ട് ചെയ്യുകയും മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവായിക്കൊള്ളുക. ചിലപ്പം തുടക്ക സമയത്തിൽ അത് പിടിക്കപ്പെട്ടില്ല എന്ന് വരാം, എന്നാൽ ഫ്യൂച്ചറിൽ അത് പണിയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ തന്നെ വീഡിയോ അപ്പോൾ ഓപ്പൺ ആക്കി കാണാൻ പാടില്ലേ, കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാവർക്കും വരുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ആക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെങ്കിൽ ശ്രദ്ധിക്കുക, അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതേപോലെ മൾട്ടിപ്പിൾ ടൈംസ് ഓപ്പൺ ആക്കി വീണ്ടും വീണ്ടും വാച്ച് ചെയ്ത് വാച്ച് ഓവറോ അല്ലെങ്കിൽ വ്യൂ ഒക്കെ കൂട്ടുന്ന ആ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒഴിവായിക്കൊള്ളുക. നിങ്ങളുടെ വീഡിയോ 1-2 പ്രാവശ്യം ഓപ്പൺ ആകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു 10-12 വർഷമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ അങ്ങനെ ഓപ്പൺ ആക്കാറുണ്ട്. പക്ഷേ ഞാൻ അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്യാറില്ല. അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ കൂടുതലും ഡിസേബിൾ ആയിട്ട് പോകും. മൂന്നാമത്തെ കാരണം, മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡിമോണിറ്റൈസ് ആവും, മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അപ്പം ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് തന്നെ വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഡിസേബിൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ഓൾഡ് വീഡിയോകളിൽ വ്യൂ വരുന്നില്ല, വാച്ച് അവർ കൂടുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയതിനു ശേഷം വീണ്ടും റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 4000 അവേഴ്സിന്റെ വാച്ച് അവർ ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ വീഡിയോകളൊക്കെ ഇട്ട് ഈ 4000 അവേഴ്സിന്റെ വാച്ച് അവറിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി റീ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചാനലുണ്ട്, പക്ഷേ നിങ്ങൾ അത്ര ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ പോലും മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. നാലാമത്തെ കാരണം, അഡ്വർടൈസർ ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. അഡ്വർടൈസർ ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടന്റുകളിലും എല്ലാ വീഡിയോകളിലും അഡ്വർടൈസ്മെന്റ് വരണമെന്നില്ല. അഡ്വർടൈസേഴ്സ് ചിലപ്പോൾ ചില രീതിയിലുള്ള കണ്ടന്റുകളിൽ അഡ്വർടൈസേഴ്സ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കത്തില്ല. അപ്പൊ ആ പോളിസി ഉണ്ട്, യൂട്യൂബിന് അഡ്വർടൈസർ ഫ്രണ്ട്ലി പോളിസി ഉണ്ട്. ആ പോളിസിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഡ്വർടൈസർ ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഡിസേബിൾ ചെയ്യും. ചിലപ്പോൾ ഒരു വീഡിയോയ്ക്കൊക്കെ ആയിരിക്കും ഈ ഒരു ഇഷ്യൂ വരുന്നത്. നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ അഡ്വർടൈസർ ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനലിന്റെ തന്നെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഡിസേബിൾ ചെയ്യും. അപ്പോൾ ഈ അഡ്വർടൈസർ ഫ്രണ്ട്ലി പോളിസി എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സെൻസിന്റെ പോളിസിയാണ്. അതേപോലെ ഗൂഗിൾ ആഡ്സെൻസിന്റെ ടേംസ് ആൻഡ് സർവീസ് നിങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. അപ്പൊ ഇങ്ങനെ യൂട്യൂബിനും ആഡ്സെൻസിനും ഒക്കെ സെപ്പറേറ്റ് പോളിസീസ് ഒക്കെ ഉണ്ട്. ആ പോളിസീസിന്റെ ബേസിലാണ് നമ്മുടെ ചാനലും മോണിറ്റൈസേഷനും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. എപ്പോൾ ഇത് വയലേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ പോളിസീസ് ഒക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയുടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മോണിറ്റൈസേഷൻ പോകുന്ന 5ാമത്തെ റീസൺ, നമ്മളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നമ്മൾ തന്നെ ഡിസേബിൾ ചെയ്ത് വെക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല.
അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. കഷ്ടപ്പെട്ട് മോണിറ്റൈസ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞ 4 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ വല്ലതും വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാവൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ കണ്ടു നോക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.